യുണൈറ്റഡ് ഫാൻസ് അങ്ങനെയാണ്. അവര് കുറച്ച് ഡിലൂഷനാ ഇപ്പോഴും. അവർക്ക് ആ ഇതിന്ന് താഴെ വരാൻ പറ്റുന്നില്ല. ഇപ്പോഴും അവർ ആ പഴയ ഇതിലാ. അത് മാറണം. ആ റിയലൈസേഷൻ ഹിറ്റ് ചെയ്യുന്നവരെ ഇവർ ഇങ്ങനെ തന്നെ ഇരിക്കും. ഈ അമോറിം എന്ന് പറയുന്ന മാനേജർക്ക് സ്പോർട്ടിംഗ് എന്നുള്ളതിന്റെ പുറത്തേക്ക് വന്നിട്ട് ഇംഗ്ലീഷ് ഫുട്ബോളിൽ അഡാപ്റ്റ് ചെയ്തിട്ട് കളിക്കാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പെപ് ഗാർഡിയോള എടുത്തു കഴിഞ്ഞാൽ പുള്ളി സ്പാനിഷിൽ കളിച്ച രീതിയുണ്ട്, അതിലൊരു ഫിലോസഫി ഉണ്ട്. ഇംഗ്ലീഷിൽ വന്നപ്പോൾ ഒരു ഫിലോസഫിക്ക് അനുസരിച്ച് പുള്ളി ടീമിനെ അഡാപ്റ്റ് ചെയ്യുകയും കൂടി ചെയ്തിട്ടുണ്ട്. പ്രീമിയർ ലീഗിൽ അങ്ങനെ 3 at the back സിസ്റ്റം കളിക്കുന്ന ടീമുകളില്ല, കുറവാണ്. ഈ മാഞ്ചസ്റ്റർ തന്നെ 3 at the back ഒന്നും കളിക്കാത്തൊരു ടീമാണ്. അവിടെ വന്നിട്ട് പെട്ടെന്ന് 3 at the back കളിച്ചിട്ട് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സിസ്റ്റം കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ലിവർപൂളിന്റെ സീസൺ നോക്കി കഴിഞ്ഞാൽ ക്ലോപ്പിന്റെ ലിവർപൂൾ സിസ്റ്റവും ആർനെ സ്ലോട്ടിന്റെ ലിവർപൂൾ സിസ്റ്റവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മൈനർ ട്വീക്സ് മാത്രമേ ഉള്ളൂ. അതാണ് ഒരു നല്ല മാനേജറിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റബിൾ ആവാനുള്ള കഴിവ്. നമ്മൾ അമോറിം സൈൻ ചെയ്യുന്ന ടൈമിൽ ഞാൻ പ്രെഡിക്ട് ചെയ്തൊരു കാര്യമാണ് ദാറ്റ് ഷോർട്ട് ആൻഡ് മീഡിയം ടേം ഹീൽ ഡെഫിനറ്റ്ലി ഫെയിൽ. റൂബൻ അമോറിം അങ്ങനെ പ്രൂവൺ വേൾഡ് ക്ലാസ് ഒന്നുമല്ല. ഇറ്റ്സ് ലൈക്ക് ഗോയിങ് ഫ്രം വൺ ടെൻ ഹാക്ക് ടു അനദർ 10 ഹാക്ക്. അന്ന് നീ അമോറിമിനെ പറ്റി പറഞ്ഞതിന് നല്ല ഹേറ്റ് കിട്ടിയായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അല്ലേ?